1444 പെരുവനം ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് ചേർപ്പത്തിൽ ഉള്ളക്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കൊടിയേറി. ഭക്തജനങ്ങളും പൂരം ഘടകക്ഷേത്ര ഭാരവാഹികളും അകമ്പടി ചേർന്നാണ് അലങ്കരിച്ച കൊടിമരം എത്തിച്ചത്. കൊടിമരം പിന്നീട് ക്ഷേത്രം നടപ്പുരയിൽ സ്ഥാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ തിരുവുള്ളക്കാവ് ദേവസ്വത്തിന്റെ വകയായി 23 പൂരം ഘടകക്ഷേത്രങ്ങൾക്ക് എണ്ണ വിതരണം ചെയ്തു. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ എണ്ണ വിതരണം നിർവഹിച്ചു. ഒരു ക്ഷേത്ര പരിസരത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രം എത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് അവിടെ അടുത്തിരിക്കുന്ന ആളുകൂടി നമ്മൾ തീരുമാനിക്കണം വരണോ വേണ്ടതോ. ആ തീരുമാനമാണ് നടപ്പിലാവുന്നത്. അങ്ങനെ ഇന്ന് ഈ സന്നിധാനത്തിൽ വരാനും ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ചടങ്ങിൻ്റെ ഭാഗമാക്കാവാനും സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. തിരുവുള്ളക്കാവ് ക്ഷേത്രം എത്രയോ പ്രസിദ്ധി ഉള്ള ക്ഷേത്രമാണ്. ലോകം മുഴുവൻ മലയാളികളുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ച് നമ്മളൊന്നും ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ആറാട്ടുപുഴ ക്ഷേത്രം 1444 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്ര ആചാരവും അനുഷ്ഠാനവും അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പൂർവ്വപുണ്യ സുഹൃതം തന്നെ പറയണം. എത്രയോ തലമുറകളിലുള്ള ആൾക്കാർ ഇതിൻ്റെ ഭാഗവാക്കുകളായി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾക്ക് ശേഷം എത്ര പേര് വന്ന് അതിൽ ഭാഗവാക്കുകളുണ്ടല്ലോ, അതിനൊക്കെയുള്ളൊരു ഭാഗ്യം സിദ്ധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. തിരുവുള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ സോമയാജിപ്പാട്, സെക്രട്ടറി AA കുമാരൻ, പൂരം സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, ആറാട്ടുപുഴ പ്രതിനിധി M രാജേന്ദ്രൻ, പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജീവ് മേനോൻ, ചാത്തക്കുടം ക്ഷേത്രം പ്രതിനിധി വാസപ്പൻ എന്നിവർ സംസാരിച്ചു.